മിലനിന്ന് ഡോളോമൈറ്റ്സിലേക്കുള്ള ഒരു യാത്ര എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പോകേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ യാത്രയിലുടനീളം മിസ്റ്റർ ഹസ്ബൻഡിന്റെ ഗസ്റ്റേഴ്സ് ഇങ്ങനെയായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ മാത്രമല്ല, സൈഡ് സീറ്റിലിരിക്കുന്ന ഞാനും 100% എൻജോയ് ചെയ്താണ് ഈ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. കുറെ പേരറിയാത്ത സീനിക് സ്ഥലങ്ങളും ലേക്ക് ഗാർഡയും ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഡോളോമൈറ്റ്സിൽ എത്തിയത്. ആൽപ്സ് പർവ്വതങ്ങളുടെ ഒക്കെ ഒരു പ്രതീകമായിട്ടുള്ള ഫസ്റ്റ് ശാലയെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ സ്റ്റേയിലായിരുന്നു കേട്ടോ. ഒരു പീസ്ഫുൾ വെക്കേഷനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന് പറ്റിയൊരു സ്റ്റേ ആയിരുന്നു നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവുന്തോപ്പിലോട്ട് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണമെന്ന് നമ്മുടെ ഗംഗ പറഞ്ഞ പോലെ മഞ്ഞുമലകൾ കണ്ടോണ്ട് ഉണരണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഇത്തവണ പൂവണിഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലത്തെ വ്യൂ ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ ഒരു സ്റ്റേ ആയിരുന്നു ഇത്തവണ നമുക്ക് ഡോളോമൈറ്റ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഡോളോമൈറ്റ്സിൽ എത്തിയിട്ട് ഒരു ഹൈക്കിങ്ങിന് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ കേട്ടോ. പക്ഷേ അതൊക്കെ തകിടം മറിച്ചു നമ്മുടെ ഈ ഒരു സ്റ്റേ കേട്ടോ. ഞങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ട് ആ സ്റ്റേ അങ്ങോട്ട് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യായിരുന്നു. കാരണം അത്രയ്ക്ക് പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടി ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള ഒരു സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് ഈ മലനിരകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. നാളെ തൊട്ടിട്ട് നമുക്ക് ഡോളോമൈറ്റ്സ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം.